ഹരേ കൃഷ്ണ. ഇന്ന് ഒരു വീഡിയോ കാണാനിടയായി. യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ ഇടയായി. നോട്ട് നിരോധനവും മോദി സർക്കാരിൻ്റെ നോട്ട് നിരോധനം ബേസ് ചെയ്തുകൊണ്ട് എന്തിന് നോട്ട് നിരോധിച്ചു എന്ന് വ്യക്തമാകുന്ന നല്ലൊരു വീഡിയോ. ചുരുക്കം, പഴയ സർക്കാർ, മോദിക്ക് വരും മുമ്പുള്ള സർക്കാർ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളുടെ കൂട്ടം. അതായത് കറൻസി ഉണ്ടാക്കുന്ന നമ്മൾ വാങ്ങിക്കുന്ന കറൻസീൻ്റെ കടലാസും കാര്യങ്ങളും ഇന്ത്യൻ കറൻസി ഉണ്ടാക്കാൻ വേണ്ടി അതേ മെറ്റീരിയൽ പാകിസ്ഥാൻ ആസ്ഥാനമായി കേന്ദ്രീകരിക്കുന്ന ഭീകര സംഘടനകൾക്ക്, ഭീകരന്മാർക്ക് കിട്ടും. അങ്ങനെ അവർ അച്ചടിച്ചു. കോടാനുകോടി നേപ്പാൾ അതിർത്തിയിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് എവിടെയൊക്കെ അത് പല സ്ഥലത്തും വന്നിട്ടുണ്ടാകും, കടന്നുപോയി. കള്ളനോട്ടുകളുടെ പ്രളയം എത്ര കോടിയാണ് പറയുന്നത്. അന്നേരം നമ്മുടെ കോൺഗ്രസ് നല്ല ഭരണമല്ലേ കാഴ്ചവെച്ചത്, അല്ലേ? കോൺഗ്രസ് നല്ല ഭരണം. എൻ്റെ ഭഗവാനെ, ഉണരാത്ത മനുഷ്യർ, ബുദ്ധി കുറഞ്ഞ മനുഷ്യർ 1983 നവംബർ 23 ഒരു അപേക്ഷ നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോൾ നിസ്സാരമായ നിങ്ങളീ കാണുന്ന ഡ്രോയിങ് സ്കൂളിൻ്റെ അംഗീകാരത്തിന് വേണ്ടി, ഈ കാണുന്ന ഡ്രോയിങ് സ്കൂളിൻ്റെ അംഗീകാരത്തിന് വേണ്ടി എത്ര ചോദിച്ചെന്നറിയാം. കൈക്കൂലി. എൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ടൊരു കോൺഗ്രസ് നേതാവ്, നിങ്ങളവിടെ ഒരു പെറ്റീഷൻ വെച്ചിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്ത്, അത് എന്നെ വന്ന് കാണണം കേട്ടോ സാർ. അത് അതിന് എന്താ വേണ്ട? അല്ല, ഒന്നും വേണ്ട. ഇടത് കയ്യിൽ കടലാസ്, അതായത് നിങ്ങളെ അംഗീകാരത്തിൻ്റെ കടലാസ്, വലത് കയ്യിൽ 2.5 ലക്ഷം റുപ്യേൻ്റെ കെട്ട്. എപ്പോഴ്? 1983 കാലം. ഏതാണ്ട് ചെറിയൊരു പട്ടണം തികച്ചു വാങ്ങിക്കാൻ പറ്റും ഈ 2.5 ലക്ഷം റുപ്യക്ക് അന്ന് കാലം. ഒരു സെൻറ്റ് ഭൂമിക്ക് 300 റുപ്യ ഉള്ള കാലം. ഇന്ന് അതേ ഭൂമിക്ക് 10 ലക്ഷം രൂപയാണ്. അന്നേരം ഒന്നും പഠിക്കൂ സുഹൃത്തുക്കളായി. അതാണ് വിശേഷപ്പെട്ട കോൺഗ്രസ്. മോദി വന്നില്ലായിരുന്നെങ്കിൽ, ഇന്ത്യയുടെ ഭരണം മാറിയില്ലെങ്കിൽ, നമ്മുടെ ആ പീക്കിരി ചക്കനില്ലേ, ആര്? രാഹുൽ ഗാന്ധി, ഗണ്ഡി എന്നും പറയും. എന്ത് വിഡ്ഢിയാണവൻ. ഓൻ ഈ ഏതവസരം എന്നറിയോ? അത് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് എവിടെയോ പ്രസംഗിച്ച് എന്താണെന്നറിയോ? കാശ്മീരിനെ ഞാൻ വീണ്ടും പഴയ കാശ്മീരാക്കി തരാം, പോയി ചത്തൂടെ. സ്റ്റുപ്പിഡ്. സോ മെനി പ്ലേസസ്, ഡേർട്ടി പ്ലേസസ് ഇൻ മൈ കൺട്രി. ഓ, I can't believe, I can't suffer. ഇത്രയും ദേശസ്നേഹമുള്ളവൻ്റെ ചങ്കിടിക്കും ഇത്തരം വീഡിയോസ് കാണുമ്പോൾ. പ്രതികരിക്കുക. ഇവിടെ രാഷ്ട്രീയമല്ല, ജനജീവിതം, നമ്മുടെ രാജ്യം നിലനിൽക്കാനും നന്നാവാനും സമാധാനത്തോടെ ഇവിടെ ജീവിക്കാനും ആര് ഭരിക്കണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ചെറിയ ചെറിയ കേസുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെറ്റുകളുണ്ടാകാം. പക്ഷേ ഇത് തെറ്റല്ല. ഇത് രാഷ്ട്രീയ പാർട്ടി, ഇപ്പം നമ്മളെ പിണറായി വിജയൻ്റെ പല കാര്യങ്ങൾ ചിലതിലും എറർ കാണാം. പക്ഷെ അതല്ല ഇവിടെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അസ്തമിപ്പിക്കുന്ന ഭീകരന്മാരുടെ വേട്ടയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടം. സോറി സാർ. ഓക്കെ, പഠിക്കുക, രാജ്യസ്നേഹം വളർത്തുക, നാം ഒന്നാകുക, ഇന്ത്യ വളരട്ടെ. ഭൂലോകത്തിൻ്റെ നെറുകയിൽ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഈ കൊച്ചു രാജ്യം വളർന്ന് പന്തലിക്കട്ടെ എന്ന ആശംസയോടെ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ.